ഹായ്, ഞാനിന്ന് എൻ്റെ മോൻ്റെ കൂടെ പരീക്ഷ എഴുതാൻ വേണ്ടി കോറോം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വന്നതാട്ടോ. അപ്പം ഇത് ശ്രീനാരായണ ഗുരു എഞ്ചിനീയറിംഗ് കോളേജാണേ. അപ്പം ഞാൻ ആദ്യമായിട്ടോ ഈ കോറോ എന്ന് പറയുന്ന സ്ഥലത്ത് വരുന്നത്. ഇങ്ങനൊരു കോളേജിനെ പറ്റി പോലും കേട്ടിട്ടില്ല. ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. നല്ല സ്ഥലമായിരുന്നു. അപ്പം നമുക്ക് കോളേജ് കണ്ടിട്ട് വന്നാലോ? അപ്പോൾ ഇവിടുന്ന് കയറുമ്പോൾ തന്നെ നല്ല ചെടികൾ നട്ടുപിടിപ്പിച്ചിരിക്കുകയാണ്. ഇത് കുന്തിരിക്കമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ. ചെടിയുടെ രണ്ട് ഭാഗത്തോട്ടായിട്ട് വഴികളുണ്ട്. നല്ല വലിയ കോളേജാണ് കേട്ടോ. ഹോസ്റ്റലൊക്കെ ഉണ്ട് ഇവർക്ക്. 5 ബസ് ഞാനവിടെ കണ്ടു, കോളേജിൻ്റെ ബസ്. പിന്നെ 2 മണി തൊട്ട് 5 മണിയായിരുന്നു വരെയായിരുന്നു പരീക്ഷ. നല്ല വെയിലായിരുന്നേ. അപ്പോൾ ഇവർ ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ആക്കി തന്നിരുന്നു കേട്ടോ. AC റൂമൊക്കെ ഉണ്ടായിരുന്നു പാരൻസിന് ഇരിക്കാനായിട്ട്. ഞങ്ങൾ AC റൂമിലൊന്നും ഇരുന്നില്ല. ഞങ്ങളിങ്ങനെ പുറത്തേക്കൂടെയൊക്കെ നടന്നു. നല്ല രസമല്ലേ ഇവിടെയൊക്കെ ഒന്ന് കാണാനായിട്ട്. ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എവിടേക്കോ ഉള്ള നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരുപാട് ആൾക്കാരെയൊക്കെ കാണാൻ പറ്റി. അതേപോലെ പരിചയപ്പെടാൻ പറ്റി. ഈ ചെടി പണ്ട് ഞാൻ ചെറുതായിരുന്ന സമയത്ത് ഒരുപാട് ഞാൻ വീട്ടിൽ കൊണ്ടുപോയി നട്ട് വളർത്തിയിരുന്നു. അന്ന് ഇതുപോലെ മുറിച്ചൊന്നും വിട്ടില്ല കേട്ടോ. ഇതിങ്ങനെ പൊങ്ങി അങ്ങ് പോകുമായിരുന്നു. ഇത് ആ റോഡ് വരെ അവരിങ്ങനെ ഈ ചെടി ഇങ്ങനെ മുറിച്ച് നല്ല ലെവലിൽ നിരപ്പാക്കി വെച്ചിരിക്കുന്നത്. നല്ല രസമാണ് കാണാനേ. അതേപോലെ തന്നെ എൻ്റെ നാട്ടിലൊക്കെ ഞങ്ങൾ വെക്കേഷൻ്റെ സമയത്ത് ഇത് കൊട്ടക്ക എന്ന് പറയുന്നൊരു സാധനം ഇത് പറിച്ച് കുട്ടികൾ പറിക്കാനായിട്ട് പോകുമായിരുന്നു. എൻ്റെ നാട് തളിപ്പറമ്പിലാണ് കേട്ടോ. അവിടെ ഇതേപോലെ പാറപ്പുറമാണേ. അപ്പോൾ നല്ല രസമാണ് എല്ലാവരും കൂടെ പോയി ഇത് പറിച്ചിരുന്നതും. അതേപോലെ തന്നെ ഒരു വെളുത്ത കളറുള്ള കൊട്ടക്ക ഉണ്ടായിരുന്നു. ഇത് കറുത്ത കളറാണ്. ഇതിനേക്കാളും വേറെ വെളുത്ത കളർ, നല്ല മധുരമുള്ളതിന്. അതൊക്കെ പറിക്കാനായിട്ട് അവധിക്കാലമാകുമ്പം പോകുമായിരുന്നു. അതേപോലെ പശുവിനെ മേയ്ക്കുന്നത്, പുല്ല് പറിക്കുന്നത്, ഇതെല്ലാം എനിക്ക് ഓർമ്മ വന്നു കേട്ടോ. ഇവിടെ വന്ന് ഈ പാറപ്പുറമെല്ലാം കണ്ടപ്പോഴത്തേന് എനിക്ക് എൻ്റെ നാട് ഒരുപാട് മിസ് ചെയ്തു. ഇവിടെയൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത്രയും നല്ല സൗന്ദര്യം കോറോത്തിനുണ്ട് എന്ന് ഞാൻ കരുതിയിരുന്നില്ല. നമ്മളിങ്ങനെ ഓരോ പേരുകൾ കേട്ടിട്ടുണ്ടെന്നല്ലാണ്ട് ഇതുവരെ അവിടെ പോയിട്ടില്ല ഉണ്ടായിരുന്നില്ലല്ലോ. നല്ല രസമുള്ള സ്ഥലം കേട്ടോ. അപ്പോൾ കോറോത്തുള്ള ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. നല്ല രസമാണ് കാണാൻ. നല്ല പൊരി വെയിലായിരുന്നേ. അതുകൊണ്ട് കൂടുതലായിട്ടൊന്നും പോകാനൊന്നും പറ്റിയില്ല അവിടെ. അപ്പം കോളേജിൽ തന്നെയാണെങ്കിലും ഒരുപാട് ചെടികളും മരങ്ങളും, മാവ് തന്നെ പല ടൈപ്പുണ്ട്, പ്ലാവ് പല ടൈപ്പുണ്ട്, അങ്ങനെ ഒരുപാട് മരങ്ങളും ചെടികളൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു കാണാൻ. ഇത് കണ്ടോ, ഈ മരത്തിൻ്റെ ചുവട്ടിൽ ഞങ്ങൾ കുറേ സമയം ഇരുന്നു. നല്ല രസമായിരുന്നു, നല്ല സുഖമായിരുന്നേ, തണുപ്പായിരുന്നു. എന്തോ ഒരു പേരുണ്ട് കേട്ടോ, ഞാൻ അതിൻ്റെ പേര് മറന്നുപോയി. നിങ്ങളോട് പറയണമെന്നോർത്ത് ഓർമ്മിച്ച് വെച്ചതായിരുന്നു. വീഡിയോ എഡിറ്റ് ചെയ്തപ്പോഴത്തേനും അതങ്ങ് മറന്നുപോയി. അപ്പോൾ ആർക്കെങ്കിലും ഇതിൻ്റെ പേരറിയെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നല്ല തണുപ്പാണ് ഇതിൻ്റെ ചുവട്ടിലിരിക്കാനായിട്ട്. അപ്പം കുട്ടികളുടെ കൂടെ വന്ന ഞങ്ങൾക്ക് പാരൻസിനൊക്കെ ഒരു ടൂർ വന്ന പ്രതീതിയായിരുന്നു. കുട്ടികൾക്ക് നല്ല ടെൻഷനായിരുന്നു പരീക്ഷ എഴുതുന്നതിൽ. അതേപോലെ ഈ ചെടി, ഇതെന്ത് ചെടിയാണെന്ന് എനിക്കറിയില്ല. ഇതിൻ്റെ പേരറിയെങ്കിൽ ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഈ മഞ്ഞ കളറിൽ കാണുന്ന അതിൻ്റെ പൂവാണ്. ആ പച്ച കളറിൽ കാണുന്ന അതിൻ്റെ കായാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ചെടിയുടെ കമ്പാരം ഒടിക്കരുതെന്ന്. അതുകൊണ്ട് ഞാൻ ഒടിച്ചില്ല. എൻ്റെ സ്വഭാവം വെച്ചിട്ട് ഒടിക്കേണ്ടതാണ്. ചെടിയെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. റിസ്ക് എടുക്കാനായിട്ട് പോയില്ല. പിന്നെ അതേപോലെ ഈ ഓലയുടെ അടുക്കൂടെ നോക്കുമ്പോൾ അവിടെ ഒരു തേനീച്ചക്കൂട് കാണാം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. അവിടെ ജനലിൻ്റെ സൈഡിൽ വലിയൊരു തേനീച്ചക്കൂടുണ്ട്. ഞാൻ പോയി അതൊക്കെ കണ്ടുപിടിച്ചു കേട്ടോ. അപ്പം ഇവിടെ ഒരുപാട് റോസാച്ചെടിയുണ്ട്. ആ ബസ് കിടക്കുന്നതിൻ്റെ ഇപ്പുറത്തൊക്കെ ആയിട്ട് ഒരുപാട് റോസാച്ചെടിയുണ്ട്. വെയിലായിട്ട് അങ്ങോട്ട് പോകാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ്